ഹൈന്ദവ വിശ്വാസികളുടെ ഏറ്റവും പരിപാവനമായ സ്ഥലമാണ് അയോധ്യ. അതെ. അപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് വാർത്തകൾ നമ്മൾ പണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. ഒടുവിൽ ശ്രീരാമക്ഷേത്രം യാഥാർത്ഥ്യമായി പ്രധാനമന്ത്രി നേരിട്ട് എത്തിയാണ് അവിടെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയതൊക്കെ തന്നെ. രാംലല്ല. അതെ. അപ്പോൾ ഈ അവിടെ പ്രാൺ പ്രതിഷ്ഠ നടത്തിയത് നരേന്ദ്രമോദിയാണ്. അത് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു ആരാധനാ കേന്ദ്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നു എന്നുള്ളത് പോലും അന്ന് വളരെയധികം വിമർശന വിധേയമായി ചർച്ച ചെയ്യപ്പെട്ടു. ഇതിന് അനുകൂലമായി വന്ന സുപ്രീം കോടതി വിധി പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. പക്ഷേ ഏറെ പ്രതീക്ഷയോടെ ഏറെ ആഘോഷത്തോടെ അയോധ്യ എന്ന് പറയുന്ന UP-യുടെ മുഖച്ഛായ തന്നെ മാറ്റിയ ആ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ചുരുങ്ങിയ സമയം കൊണ്ട്, അതായത് 2 വർഷമേ ആയിട്ടുള്ളൂ അവിടെ ആരാധന തുടങ്ങിയിട്ട്, അല്ലേ? 1400 കോടി രൂപയുടെ തട്ടിപ്പാണ് അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പിക്കുന്നതാണത്. കാരണം ഉത്തർപ്രദേശ് പോലെയുള്ള അവിടെ നല്ല ശക്തമായ ഒരു സർക്കാരുള്ള ഒരു സംസ്ഥാനത്ത് പോലും ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പുകൾ നടക്കുമെന്നുള്ളത് നമ്മൾ അമ്പരപ്പിക്കും. പണം, സ്വർണം, വെള്ളി, വജ്രം, ഇത്രയും കാര്യങ്ങളാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത്. അത് SIT യോഗി ആദിത്യനാഥിന് മുന്നിലേക്ക് ഈ വിഷയമെത്തി. അദ്ദേഹം ഒരു SIT രൂപീകരിച്ച് അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഈ പറയുന്ന വലിയ തോതിലുള്ള വലിയ കൊള്ളയാണ് നടന്നിട്ടുള്ളത്. നമ്മുടെ ശബരിമല കൊള്ളയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇത് അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി വരുന്ന, കാരണം ഇത് 1400 എന്ന് പറഞ്ഞ ആദ്യ കണക്കായിരിക്കാം ഒരുപക്ഷെ അന്വേഷിക്കുമ്പോൾ. കാരണം ഈ കുംഭമേള നടന്ന സമയത്തൊക്കെ ആളുകൾ ഇഷ്ടംപോലെ പണം കൊണ്ട് അവിടെ സംഭാവന കൊടുത്തിരുന്നു എന്നാണ്. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ അതിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ ഭരണം ജില്ലാ മജിസ്ട്രേറ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. ക്ഷേത്ര ഭരണസമിതിയെ മാറ്റിയിട്ട് ജില്ലാ മജിസ്ട്രേറ്റ് ജില്ലാ കളക്ടർ ഏറ്റെടുത്തിരിക്കുകയാണ് ക്ഷേത്രം. ഇനിയും ജില്ലാ കളക്ടർ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കുക, സർവ സ്ഥലത്തും CCTV ക്യാമറകളുണ്ട്. അവിടെ നിന്നാണ് പണം ഇവന്മാർ വാരിക്കൂട്ടി കടത്തിയിരിക്കുന്നത്. ഇനി മേശ തുറന്നു വെച്ച് പണം വായിക്കരുതെന്ന് പറഞ്ഞിട്ട് പരവതാനി വിരിച്ചിട്ട് നമ്മുടെ ശബരിമല അങ്ങനെയല്ലേ? ശബരിമല ഇങ്ങനെ നിലത്ത് വിരിച്ചിട്ട് അതിന് ചുറ്റിനും ഇരുന്നാണ് ഇടുന്നത്. അവിടെ എല്ലാം ക്യാമറയും ഉണ്ട്. നമ്മളൊന്ന് ആലോചിച്ചണം, ഇത് പൈസയ്ക്കൊന്നും ഒരു വിലയില്ലാത്ത രീതിയിൽ ഈ അവിടുത്തെ ജീവനക്കാരന്റെ വീട്ടിലെ കച്ചിത്തുറുവിനകത്തുനിന്ന് കിട്ടി 10 ലക്ഷം രൂപ. ചാണകക്കുഴിയിൽ നിന്ന് പൈസ എടുക്കുന്നു, ഓരോരുത്തരെയും കൈവശം ഇരിക്കുന്നു. ഇതിനകത്തൊക്കെ ഈ സംഭവം അത് കണ്ടെത്തിയത് ഒരു മഹിപാൽ സിംഗ് എന്ന് പറഞ്ഞ് അവിടുത്തെ തന്നെ ഒരു മുൻ അക്കൗണ്ട്സ് ഓഫീസറാണ്. അയാൾ എന്ത് ചെയ്യുന്നു, അയാളാണ് ഇത് കണ്ടുപിടിക്കുന്നത്. കിട്ടിയ പൈസയിൽ 5 ലക്ഷം രൂപയുടെ കുറവ് വരുന്നു. അത് അദ്ദേഹം അന്വേഷിച്ച് ചെന്നപ്പോൾ ഇത് ഓരോരുത്തർ അടിച്ചു മാറ്റിയിരിക്കും. കോടിക്കണക്കിന് രൂപയാണ് അവസാനം അന്വേഷിച്ചാലും അവിടെ സ്വർണ്ണവും വെള്ളിയും വജ്രവും ഒന്നും ഇല്ലാത്ത ഈ അന്വേഷിച്ചു എന്ന അയാളെ പുറത്താക്കുന്നത്. സ്വാഭാവികം നമ്മുടെ നാട്ടിലെ പോലെ അദ്ദേഹത്തെ പുറത്താക്കുന്നു. അദ്ദേഹത്തെ പുറത്താക്കിയ ശേഷം അദ്ദേഹമാണ് ഇത് പുറത്തു വിടുന്നത്. ഇവിടെ വലിയ കൊള്ള നടക്കുന്നു. അങ്ങനെ ഇത് സമാജ്വാദി പാർട്ടി ഏറ്റെടുക്കുന്നു. അഖിലേഷ് യാദവ് പത്രസമ്മേളനം നടത്തുന്നു. ഇതിനെ തുടർന്നാണ് യോഗി ആദിത്യനാഥ് ഈ കേസിൽ ഇടപെടുന്നതും ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വയ്ക്കുന്നതും. അങ്ങനെയാണ് 1400 കോടി രൂപയുടെ തട്ടിപ്പാണ് വന്നിരിക്കുന്നതെന്നൊന്ന് ആലോചിച്ചു. മാത്രം ട്രസ്റ്റ് ഭാരവാഹികൾ ആരും തന്നെ ഇവിടെ അയോധ്യ വിട്ട് പോകാൻ പാടില്ലെന്ന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ. ഇത് ഈ അയോധ്യയുടെ ഒരു ചരിത്രം അറിയാലേ. അയോധ്യയിൽ രാമജന്മഭൂമി എന്ന് പറയുന്ന ഒരു വിശ്വാസം നിലനിന്നിരുന്നു. അയോധ്യയിൽ ശ്രീരാമൻ ജനിച്ച സ്ഥലത്ത് ഒരു ക്ഷേത്രം നിർമ്മിച്ചിരുന്നു. ആ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ 1526 അല്ല, 1-ാം പാനിപ്പട്ടി, ബാബറും ഇബ്രാഹിം ലോധി. അങ്ങനെ ബാബർ ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നു. 1528 ബാബറാണ് ഈ ക്ഷേത്രം തകർത്തത്. തുടർന്ന് അവിടെ ഒരു മസ്ജിദ് നിർമ്മിക്കുന്നു. അതാണ് ബാബറി മസ്ജിദ് എന്ന് പറയുന്നത്. അതായത് ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണ് ഇത് നിർമ്മിക്കുന്നത്. അങ്ങനെയാണ് ഇത് ബാബറി മസ്ജിദാണ്. പിന്നെ നൂറ്റാണ്ടുകളോളം ഇവിടെ മുസ്ലിങ്ങൾ ആരാധന നടത്തിക്കൊണ്ടിരുന്നു. അവരെ മസ്ജിദായിട്ട്, മോസ്കായിട്ട് കരുതി ആരാധന നടത്തിക്കൊണ്ടിരുന്നു. അതാണ് 1992 ഡിസംബർ 6 തകർക്കപ്പെടുന്നത്. അതോടുകൂടിയാണ് ഇന്ത്യയിൽ BJP എന്ന പാർട്ടി ഉദയം ചെയ്യുന്നത്. നമുക്കറിയാം, ഓർക്കുന്നു കർസേവ എന്ന് പറഞ്ഞൊരു പരിപാടി പഠിക്കുന്ന സമയം രാജ്യമെമ്പാടും നിന്നുള്ള കർസേവർ അവിടെ പോയിരുന്നു. അവിടെ വെടിവെപ്പ് കടന്നു. അദ്വാനിയുടെ നേതൃത്വത്തിലാണ് നടന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ എത്രയോ ആൾക്കാർ പോയിട്ടുണ്ട്. ഒരുപാട് കർസേവകർ ഒരുപാട് അവിടേക്ക് പോയി. ക്ഷേത്രം നിർമ്മിക്കാൻ ഇഷ്ടിക കൊണ്ട് ഇവിടുന്ന് പോയൊക്കെ നമുക്ക് ഓർമ്മ. വലിയൊരു ഒരു ലക്ഷക്കണക്കിന് ആളുടെ ഒരു സ്വപ്നമായിരുന്നു അവിടെ ഒരു ക്ഷേത്രം പണിത്. അങ്ങനെ അതിന്റെ ആദ്യ ഘട്ടമായിട്ടാണ് ഈ ബാബറി മസ്ജിദ് തകർക്കുന്നത്. ബാബറി മസ്ജിദ് തകർക്കുന്നതിന്റെ ചിത്രങ്ങളൊക്കെ ഞാനത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതിന് അന്ന് ആ ബാബറി മസ്ജിദ് തകർത്തപ്പോൾ അവിടെ ഡയറക്റ്റ് പോയി റിപ്പോർട്ട് ചെയ്ത ലേഖകന്മാരിൽ ഒരാളാണ് നമ്മുടെ ജോൺ ബ്രിട്ടാസ്. അതിനെക്കുറിച്ച് അന്ന് ഞാൻ നമ്മുടെ ജേർണലിസത്തിൽ പഠിക്കുമ്പോൾ ഡെസർട്ടേഷൻ ഞാൻ ഈ ബാബറി മസ്ജിദ് തകർത്തത് കേരളത്തിലെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എങ്ങനെ എന്നുള്ള രീതിയിലായിരുന്നു ഞാനന്നത് എടുത്തത്. അപ്പോൾ അതിനകത്ത് ഞാൻ എടുത്തത് ഈ മനോരമ, മറ്റൊന്ന് എനിക്കൊന്ന് മംഗളം
എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന മംഗളം. അങ്ങനെ മനോരമയുടെ ലൈബ്രറിയിൽ പോയിട്ട് ഇതെല്ലാം എടുത്തു. അപ്പോൾ ആ സമയത്ത് അന്നത്തെ ഈ മനോരമയുടെ ലേഖകനും അന്ന് അവിടെ ചെന്നിട്ടുണ്ട്. ജോൺ ബ്രിട്ടാസ് അതിനെക്കുറിച്ച് പിന്നീട് എഴുതിയിട്ടുണ്ട്. അത് പുള്ളിയൊക്കെ അവരുടെ സാധനങ്ങളെല്ലാം ഒരു വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ആണ് ഇത് പോകുന്നത്, ഈ സ്ഥലത്ത് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ ഈ വീട് എവിടെ എന്താണെന്നൊന്നും ഇവർക്ക് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അത്ര ഇതായിട്ട് ഉള്ള ഒരു സംഭവമായിരുന്നു. അപ്പം അങ്ങനെ അന്ന് അത് അടിച്ചു തകർത്തു. പിന്നീട് സുപ്രീം കോടതി വെച്ച് ഒത്തുതീർപ്പ് വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ് ഈ ക്ഷേത്രവും രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് എല്ലാം കൂടെ ചേർന്ന് 2019 ഇത് വിട്ടുകൊടുക്കുന്നു. പിന്നീട് എന്താ, ഈ ലോകമെമ്പാടുമുള്ള ഹൈന്ദവ വിശ്വാസികളിൽ നിന്ന് സംഭാവന സ്വീകരിച്ചുകൊണ്ടാണ് രാം ജന്മഭൂമി ഉയർത്തി. എന്താണെങ്കിലും BJP സർക്കാരിന്റെ ഒരു അജണ്ടയായിരുന്നു. ആ അജണ്ട അവർ നടപ്പിലാക്കി. അങ്ങനെ അയോധ്യയുടെ മുഖച്ഛായ തന്നെ മാറി. അയോധ്യ ഒരു വലിയ നഗരം, ക്ഷേത്ര നഗരമായി മാറി. നമുക്കറിയാമല്ലോ, അത് അന്ന് ആ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ ഇവിടുന്ന് ക്ഷണിച്ചിരുന്നു. ഇവിടെ മോഹൻലാൽ എന്ന് പോയില്ല. നമ്മുടെ രജനീകാന്ത് ഒക്കെ പോയെന്ന് തോന്നുന്നു അല്ലെ. ശ്രീജിത്ത് പണിക്കർ അതുപോലുള്ള ആൾക്കാരൊക്കെ പ്രമുഖരെ വിളിച്ച് അവരെല്ലാം പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ ക്ഷേത്രം കണ്ടവർ പറഞ്ഞത് ഇതെത്ര വലിയ കോടിക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ച ക്ഷേത്രമാണ്. അപ്പോൾ അതിന് അവിടേക്ക് ഈ തീർത്ഥാടകരായിട്ട് എത്തുന്നവരുണ്ട്, സന്ദർശകരായി എത്തുന്നവരുണ്ട്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ഈ ക്ഷേത്രം കാണാൻ വേണ്ടി വരുന്നവരുണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ വരുമാനം കുമിഞ്ഞുകൂടി. നമ്മുടെ ശബരിമലയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സീസണിലാണല്ലോ വരുമാനം വരുന്നത്. ഇവിടെ വരുമാനം കുമിഞ്ഞുകൂടി. ഇത് ആദ്യം വന്ന ഇതിന്റെ തട്ടിപ്പ് 200 കോടി രൂപയുടെ തട്ടിപ്പെന്ന് പറഞ്ഞാണ് വന്നിരുന്നത്. പക്ഷേ പിന്നീട് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ച് കഴിയുമ്പോഴാണ് ഇതിനകത്ത് വൻ തട്ടിപ്പ് നടന്നതായിട്ട് മനസ്സിലാകുന്നത്. തട്ടിപ്പിന്റെ കണക്കുകൾ സംബന്ധിച്ച് നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിലേക്ക് വരുന്ന ചുരുങ്ങിയ കാലയളവിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനകത്ത് അക്കൗണ്ടിലോട്ട് കൊടുത്ത പണം ഇവർ അക്കൗണ്ടിൽ ഇടാതെ തിരിച്ച് വാങ്ങി എടുത്തെന്ന് പറഞ്ഞത്. ട്രസ്റ്റ് അംഗങ്ങൾ ഉൾപ്പെടെ 80 പേര് പ്രതികളാവും. ഇവിടെ ഇതിന് ചുറ്റും ഈ ടൗൺഷിപ്പ് പോലെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഭൂമി ഇടപാട് നടന്നല്ലോ. അതില് 17 ഇരട്ടി വരെ വില കൂട്ടിക്കാണിച്ചാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ 150 പേജുള്ള റിപ്പോർട്ടാണ് ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. ക്ഷേത്രം ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായ്, ട്രസ്റ്റി അനിൽ മിശ്ര ഇവരെ ചോദ്യം ചെയ്തു. ഇവരാരും ഇവിടെ നിന്ന് വിട്ടുപോകരുത് എന്നൊരു ഇതുകൂടി പറയും. മാത്രമല്ല ഇതില് ഈ ഭരണസമിതിയിലൊക്കെ ഉണ്ടായിരുന്ന ജീവനക്കാരെല്ലാം ഇവരുടെ വിശ്വസ്തരാണെന്നാണ് പറയുന്നത്. മൊത്തം ഇവരുടെ ആളിലായിരുന്നു. വിവരങ്ങളെല്ലാം കൂടെ 7 പെൻഡ്രൈവിലാണ് കൊടുത്തത്. 150 പേര് അവിടെ വിട്ടുപോകരുത്. 150 പരം പേരുടെ വിവരങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം 2025 ജനുവരി ഫെബ്രുവരിയിലാണ് പ്രയാഗ്രാജിൽ മഹാകുംഭമേള. അന്ന് ഈ കുംഭമേള ഇതും കൂടെ ഒരു പാക്കേജ് ആക്കിയാണ് ആൾക്കാർ വന്നിട്ട് ഇവിടെ വന്ന് ഇഷ്ടം പോലെ വാരി കൊടുത്തു. അങ്ങനെയാണ് ചമ്പത്ത് റായിയാണ് ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ പക്ഷേ ഇത് 2 പൊതു താൽപര്യ ഹർജി അലഹബാദ് ഹൈക്കോടതിയിൽ പോയി. അലഹബാദ് ഹൈക്കോടതി അത് കേൾക്കാത്ത കാരണം സർക്കാർ SIT രൂപീകരിച്ച് ഇത് അന്വേഷിക്കുന്നുണ്ട്. അത് കൃത്യമായ രീതിയിൽ അത് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ്. അപ്പോൾ സുപ്രീം കോടതിയിലും പൊതു താൽപര്യ ഹർജികൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നോക്കിയേ, ഈ ചമ്പത്ത് റായിയും അയാളുടെ വിശ്വസ്തരുമാണ് പ്രതികളാകാൻ പോകുന്നത്. സംഭാവന എണ്ണി തിട്ടപ്പെടുത്താൻ മേൽനോട്ടം വഹിച്ച പിന്നു എന്ന രാം ശങ്കർ യാദവിനാണ് ഇതിനകത്ത് പ്രധാന പങ്ക്. 8 മാസത്തെ CCTV ദൃശ്യങ്ങളാണ് ഇവർ ഡിലീറ്റ് ചെയ്തത്. അതുപോലെ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വ്യാജ ട്രസ്റ്റ് ഉണ്ടാക്കി സംഭാവനകൾ അവിടേക്ക് വകമാറ്റി. എന്താണെന്ന് ഓർത്തോണം, 2 വർഷമേ ആകുന്നുള്ളൂ ഈ ക്ഷേത്രം. നമ്മൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ തുടക്കം കുറിച്ചൊരു ക്ഷേത്രമാണ്. ഇത്രയും ലോകമെമ്പാടുമുള്ള ആളുകൾ കാത്തിരുന്ന ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം തുടങ്ങി ആൾ വന്നു തുടങ്ങുമ്പോൾ ഇത്രയും വലിയ തട്ടിപ്പ് കുറഞ്ഞ കാലത്തിനുള്ളിൽ ഒരു നടത്തുമെന്ന് പറഞ്ഞാലേ ഇതിപ്പോ കണ്ടുപിടിച്ചില്ലായിരുന്നുള്ള അവസ്ഥ. അപ്പൊ ആലോചിച്ച് വിശ്വാസികൾ എന്തിനാണ് ഇവിടെ വരുന്നത്? അവർ ആരാധിക്കാൻ വരും. ഇവർ തട്ടിപ്പ് നടന്നതോടുകൂടി ഈ ക്ഷേത്രത്തിന്റെ ആധികാരികത തന്നെ ചോദ്യം ചെയ്യപ്പെടും. അവരുടെ വിശ്വാസം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതുപോലെ ഇതിനോട് ചേർന്നും ഇവിടെ തന്നെയാണല്ലോ മധുര, അതെ, കൃഷ്ണ ജന്മഭൂമി. അവിടെ ഒരു ക്ഷേത്രമുണ്ട്. 1000 കോടിയിൽ പരം രൂപയുടെ ക്രമക്കേടാണ് അവിടെ. അത് അവിടുത്തെ ക്ഷേത്ര പുരോഹിതൻ ദിനേശ് ഫലാഹരി മഹാരാജ് യോഗി ആദിത്യനാഥിന് കത്തയച്ചു. ഇവിടെ വലിയ തട്ടിപ്പ് നടന്നു, ക്ഷേത്രം ട്രസ്റ്റാണ് ഇത് അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്, ഈ ട്രസ്റ്റ് മുഴുവൻ കൊണ്ടുപോകുകയാണെന്നും പറഞ്ഞ് അവരും കത്ത് കൊടുത്തിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്കറിയാം, നമുക്ക് ഈ
ക്ഷേത്ര കൊള്ളയെക്കുറിച്ച് നമ്മൾ പഠിക്കാനും അറിയാനും വേറെ എങ്ങും പോകണം. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശബരിമലയിൽ ഈ ക്ഷേത്രക്കൊള്ള നടന്നു. അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളി, കട്ടിളപ്പാളി, ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളുടെ പാളിയും അഴിച്ചുകൊണ്ട് പോയി. അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തു. അതേ മാറ്റു കുറഞ്ഞ സ്വർണം പൂശിക്കൊണ്ട് തിരിച്ചു വെച്ചു. എത്ര കോടി രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ ദൈവങ്ങളുടെ പേരിൽ നടക്കുന്ന ക്രമക്കേട് എല്ലാ മതങ്ങളിലും സംഭവിക്കുന്നു. എന്നിട്ട് വിശ്വാസികളുടെ എണ്ണം കൂടുകയാണ്. ഈ ദൈവത്തെ കൊള്ളയടിക്കുന്ന ആൾക്കാർ ഇവിടെ പെരുകുന്നു, വിശ്വാസികളുടെ എണ്ണം അതിനേക്കായി പെരുകുന്നു. എന്നാൽ ഈ കൊള്ളയടിക്കുന്നവന്മാർക്ക് ദൈവത്തെ കൊള്ളയടിച്ച് നന്നാകുന്ന ആൾക്കാരെ കാണുമ്പോഴെങ്കിലും ഇവരാർക്കും ഈ വിശ്വാസത്തിലൊന്നും ഒരു ഭംഗവും വരുന്നു. അല്ല, എനിക്ക് തോന്നിയിട്ടുള്ള ഈ അടിച്ചുകൊണ്ട് പോണ അമ്പലഭാരകൾ ദൈവവിശ്വാസികളായിരിക്കില്ല. ഇല്ല, വിശ്വാസിയാണെങ്കിൽ അവർ ചെയ്യില്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ ഈ പിൻകാല ചരിത്രം പരിശോധിച്ചാൽ പുരോഹിത വർഗമാണ് പലപ്പോഴും ഏറ്റവും വലിയ നിരീശ്വരവാദികൾ എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം മധ്യകാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് വെച്ചാൽ അത് ഏത് മതത്തിലായാലും ജാതിയിലായാലും പുരോഹിതരാണ് ഏറ്റവും അധികം ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. അവരാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം അവരാണ് ഏറ്റവും വലിയ അവിശ്വാസികൾ, അന്ധവിശ്വാസികളല്ല. അവര് വിശ്വാസികളാണെങ്കിൽ അവർക്ക് ഒരിക്കലും ഇത് മോഷ്ടിക്കാൻ കഴിയില്ല. അപ്പൊ അവിശ്വാസികളെ ഏറ്റവും വലിയ യുക്തിവാദികൾ ഇവരാണ്. ഈ ക്ഷേത്രത്തിൽ ഇരുന്നുകൊണ്ട് ഈ മോഷണം നടത്തുന്നവരാണ്. എന്നാൽ ഏറ്റവും വലിയ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും. അതുകൊണ്ട് തന്നെ ഈ ഉത്തർപ്രദേശിൽ പോലുള്ള ഇത്രയധികം പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു ദിവസം അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം അതേ നേരെ കക്ഷിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പിടിക്കപ്പെട്ട സ്ഥിതിക്ക് ഇനി വിപുലമായ തോതിൽ ഇതിന് നടപടി എടുക്കുമെന്നുള്ള 100% ഉറപ്പാണ്.